പ്രെഡേറ്റർ ബാഡ്ലാൻഡ്സ് തിയേറ്ററിൽ പോയി കണ്ടു. കിഡിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. സൂപ്പർ ഫിലിം. തിയേറ്ററിൽ മസ്റ്റ് വാച്ച് ആണ് ഈ ഫിലിം. ഇതിന്റെ വിഷ്വലൈസേഷനും ആ പ്രസന്റേഷനും സൗണ്ടും അടിപൊളിയായിരുന്നു. കിട്ടില്ലനായിട്ട് ആക്ഷൻ സീക്വൻസ് ഈ സിനിമയിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗൂസ് മൂവ്മെന്റ്സ് കിട്ടുന്ന ഒരുപാട് സീക്വൻസുകൾ ഉണ്ട് സിനിമയിൽ. ഒക്കെ നല്ല രസമായിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതുപോലൊരു ആക്ഷൻ അഡ്വഞ്ചറസ് ഹോളിവുഡ് ഫിലിം നമ്മൾ തിയേറ്ററിൽ എന്ത് പ്രതീക്ഷയാണോ കാണാൻ പോകുന്നത് അതെല്ലാം അവർ ഡെലിവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ കൊടുക്കുന്ന കാശിന് മുതലാണ് ഈ സിനിമ. അപ്പൊ ഇത് OTT-യിൽ ഒന്നും കാണാൻ നിൽക്കണ്ട. ഈ സിനിമ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ തിയേറ്ററിൽ തന്നെ കാണാം. പ്രെഡേറ്റർ ഫ്രാഞ്ചൈസിയിലെ 6ാമത്തെ സിനിമയാണ് ബാഡ്ലൈൻസ്. ഫ്രാഞ്ചൈസിയിൽ ഇത്രയും സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഇത് എല്ലാം നമ്മൾ കാണണമെന്നില്ല പ്രെഡേറ്റർ ബാഡ്ലാൻഡ്സ് കാണാൻ വേണ്ടിയിട്ട്. 1987 അർണോൾഡ് ഷ്വാസ്നഗറിന്റെ പ്രെഡേറ്റർ എന്തായാലും കണ്ടിട്ടുണ്ടാവും ഹോളിവുഡ് ഫിലിംസ് കാണുന്ന ഒരാൾ. അപ്പോൾ ആ ഒരു അറിവ് വെച്ചിട്ട് പ്രെഡേറ്റർ എന്താണ് എന്നുള്ള സംഭവം അറിയാമെങ്കിൽ ഈ ഫിലിം ഡയറക്റ്റ് ആയിട്ട് കാണാവുന്നതാണ്. വേറെ ഫ്രാഞ്ചൈസി കാണണമെന്നില്ല. ഇതൊരു സ്കെറി മൂവി അല്ല, ഇത് ജസ്റ്റ് ഒരു അഡ്വഞ്ചറസ് മൂവിയാണ്. അപ്പോൾ ഒരു അഡ്വഞ്ചറസ് ടൈപ്പിലാണ് പോകുന്നത്. അതിൽ കുറച്ച് കോമഡീസും കാര്യങ്ങളെല്ലാം കൂടിയൊക്കെ മിക്സ് ചെയ്തിട്ട് സെറ്റായിട്ട് തന്നെ അവർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓവർ കോംപ്ലിക്കേഷനോ കാര്യങ്ങളോ ഭയങ്കര സ്കെറി സംഭവങ്ങളോ ഒന്നുമില്ല. നിങ്ങൾ കുട്ടികളൊക്കെ ആയിട്ട് കാണാൻ പോകുന്നെങ്കിലും എൻജോയ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു മൂവിയാണ് ബാഡ്ലാൻഡ്സ്. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യാം.